അതെ, ഇനി ഞങ്ങൾക്ക് ജെൻസി കിഡ്സിന് കുറച്ച് പറയാനുണ്ട്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൂടുതൽ സംസാരിക്കും കേട്ടോ. അതായത് ജെൻസി ആരോടൊപ്പമാണെന്നാണ് കെ പി വിചാരിക്കുന്നത്? ജെൻസി ആയാലും ഏത് വിഭാഗം കഴിഞ്ഞാലും ഇന്ത്യയോടൊപ്പമാണ് എന്നാണ് പൊതുവെ ഒരു ട്രെൻഡ്. ഈ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അതാണ്. അതെ, കാരണം ദേശീയതയ്ക്കൊപ്പമാണ്. ആ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷിയോടൊപ്പമാണ്, BJP-യോടൊപ്പമാണ്. എനിക്ക് തോന്നുന്നു മധ്യ കേരളത്ത്, പ്രത്യേകിച്ച് കോട്ടയത്ത്, അവിടുത്തെ ജെൻസി രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ച് മിഥുൻ. ഇന്നലെ ഈ കുട്ടികലാശത്തിന്റെ വേളയിൽ ഇവിടെ കടക്കൂട്ടത്തടക്കം ഈ ജെൻസി കുഞ്ഞുങ്ങൾ ഒരേപോലെ പറഞ്ഞത്, ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഇവിടെ നടക്കുന്ന ഈ സ്വർണ്ണ കവർച്ചയടക്കം കൃത്യമായി അവരുടെ വാക്കുകളിൽ തന്നെ അറിയാം. അശ്വതി പോലെയല്ല, കൃത്യമായിട്ട് പത്രമൊക്കെ വായിച്ച് സമകാലിക രാഷ്ട്രീയമൊക്കെ അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ബോധമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മാറാത്തത് മാറ്റണം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മധ്യ കേരളത്തിലെ ജെൻസി കിഡ്സിന്റെ രാഷ്ട്രീയ മിഥുൻ മുരളി അരച്ചു കലക്കി കുടിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ജെൻസി ദേശീയതയ്ക്കൊപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില കാഴ്ചകൾ ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെയുള്ള ചില കാഴ്ചകളിലേക്കാണ് ഇനി കാഞ്ഞിരപ്പള്ളി മണ്ഡലം NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന്റെ കലാശക്കൊട്ടിൽ നിന്നുള്ള ചില ജെൻസി കാഴ്ചകളിലേക്കാണ് ഇനി പ്രേക്ഷകർ പോകുന്നത്. ജെൻസി ആറാടുകയാണ്, ആവേശത്തിലാണ്. അവർ ഐക്യദാർഢ്യം നൽകുന്നത് NDAക്ക്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയതാണിവർ. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തെ വരവേൽക്കാൻ കേരളത്തിലെ സമുന്നതരായ നേതാവിനൊപ്പം തയ്യാറെടുക്കുകയാണ് ഇന്നിന്റെ തലമുറയും. ആവേശം വാനോളം എത്തിയപ്പോൾ ജെൻസികൾ ജോർജ് കുര്യനൊപ്പം തുറന്ന വാഹനത്തിലേക്ക്. തലമുറകളുടെ നായകനായി BJP-യുടെ മുതിർന്ന നേതാവും. ഇവിടെ തലമുറകളുടെ വ്യത്യാസമില്ല. യുവതലമുറ ആവേശത്തിമിർപ്പിൽ ആറാടിയപ്പോൾ അവർക്കൊപ്പം ചേർന്ന ജോർജ് കുര്യനും. യുവതിയുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റെപ്പുകളിലേക്ക് അദ്ദേഹവും. തലമുറ ഭേദമില്ലാതെ ആനന്ദ നൃത്തം. യുവതിയുടെ ഡാൻസ് നമ്പറുകൾക്കൊപ്പം ജോർജ് കുര്യനും ചേർന്നപ്പോൾ കണ്ടു നിന്നവർക്കും ആവേശം. ഡാൻസ് നമ്പറുകൾ ഇവിടെ തീർന്നില്ല. ജെൻസികൾക്ക് പിന്നാലെ ജോർജ് കുര്യനൊപ്പം സ്റ്റൈൽ ആൻഡ് സ്റ്റെപ്പുകളുമായി 90s കിഡ്സും. ഭാരത് മാതാ കി ജയ്. ഈ വിളി ഉയരുന്നത് ഭാരതത്തിലെ ജെൻസി തലമുറയിൽ നിന്നുമാണ്. അവർ ഒന്നിച്ച് ഒരേ സ്വരത്തിൽ പറയുകയാണ് ജെൻസി ദേശീയതയ്ക്കൊപ്പം. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം. കണ്ടോ ജെൻസിയുടെ ആവശ്യം? കണ്ടുപിടിക്കണം അല്ലേ? മില്ലേനിയൽസിനെ കണ്ടുപിടിക്കണം. മില്ലേനിയൽസ് കണ്ടുപിടിക്കണം. എന്തോരം ആവേശമാണ്. അതായത് പലരും വിമർശിക്കാറുണ്ട്, ജെൻസിക്ക് രാഷ്ട്രീയമില്ല, മൊബൈലിൽ കുത്തിയിരിക്കുന്നു, ലഹരിക്കടിമ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്ന ജെൻസി കിഡ്സിനിടയിലാണ്, അല്ലെങ്കിൽ മടിയന്മാരാണെന്നുള്ള ഒരുപാട് അലസന്മാരാണ്, രാഷ്ട്രത്തെക്കുറിച്ച് ദേശീയതയെക്കുറിച്ച് ഒരു ബോധവുമില്ല, ഒരു ചിന്തയുമില്ല എന്നതാണ്. പക്ഷെ കൃത്യമായി, കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ളതാണല്ലോ, അപ്പോൾ കൃത്യമായി അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളടക്കം കൃത്യമായ രീതിയിൽ അവർ മനസ്സിലാക്കി ആ രീതിയിലുള്ള പ്രതികരണമാണ്. അതുകൊണ്ടാണ് തന്നെയാണ് ഇപ്പം നേരത്തെ അച്ഛന് ചോദിച്ചു ജെൻസി ആരുടെ കൂടിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ കൂടെയാണ് എന്ന് പറയാൻ കാരണം കൃത്യമായ രീതിയിൽ അവർ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ, കാരണം സ്വപ്നം കാണുന്നവരാണ്, പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ടാഗ്ലൈൻ നോക്കൂ, മാറാത്തത് മാറും, ആ മാറ്റത്തിനൊപ്പമാണ് അവരും പോകുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എന്നുള്ളത് ഞങ്ങൾ ജെൻസി കിഡ്സ് തീരുമാനിക്കും. കാരണം ജെൻസി കുഞ്ഞുങ്ങൾ തീരുമാനിക്കും. അതിനെന്തിനാ അശ്വതി ഞങ്ങൾ എന്ന് പറയുന്നത്? അല്ല, ഞാൻ ജെൻസിയാണ്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കേട്ടോ. അല്ല, ഞാൻ ജെൻസിയാണ്. KP മില്ലേനിയൽസോ? എന്താ ഒറാങ്ങുട്ടന്റെ കാലത്തല്ല?